കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാ അധ്യക്ഷനും യുഡിഎഫ് ചെയർമാനുമായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ എൻഡിഎയിലേക്ക്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചാണ് അദ്ദേഹം എൻഡിഎയിൽ ചേരുക. കോട്ടയം ജില്ലാ യുഡിഎഫ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ എൻഡിഎ മുന്നണിയുടെ ഭാഗമാകുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിക്കും. സജിയുടെ നേതൃത്വത്തിലായിരിക്കും പുതിയ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുക. സജി അനുകൂലികളുടെ യോഗം കോട്ടയത്ത് ചേർന്നതിനു ശേഷമായിരിക്കും നിർണായകമായ പുതിയ പല തീരുമാനങ്ങളും ഉണ്ടാവുക. യുഡിഎഫിലേക്ക് തിരിച്ചു പോകില്ലെന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നുമായിരുന്നു നേരത്തെ സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയിരുന്നത്. എൻഡിഎയിലേക്ക് പോകുന്ന കാര്യം യോഗത്തിന് ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫിലേക്ക് തിരിച്ചുപോയാൽ ദുരന്തമാകുമെന്നും തൽക്കാലം ഒരു പാർട്ടിയിലേക്കുമില്ല എന്നുമായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും നേരത്തെ ശക്തമായിരുന്നു. ഈ മാസം ആദ്യമാണ് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം യുഡിഎഫ് ജില്ലാ ചെയർമാൻ സ്ഥാനവും ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നില്ലെന്നായിരുന്നു സജിയുടെ പരാതി. സജിയുടെ രാജിയിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. സജി മഞ്ഞക്കടമ്പിലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കോൺഗ്രസ് നീക്കവും പാളിയിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കത്തോട് സജി അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ മുന്നണിയുടെ ജില്ലാ ചെയർമാന്റെ രാജിയിൽ നടുങ്ങിപ്പോയ കോൺഗ്രസ് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങാൻ സജി തയ്യാറായിട്ടില്ല. മോൻസ് ജോസഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്ന് സജി നിലപാടെടുത്തതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. പി.ജെ. ജോസഫിനോട് ഫോണിൽ പോലും സംസാരിക്കാനും സജി തയ്യാറാകാതെ വന്നതോടെ കോൺഗ്രസ് നേതൃത്വവും ഒത്തുതീർപ്പ് നീക്കങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറി. സജിക്ക് പകരം യുഡിഎഫ് ജില്ലാ ചെയർമാനായി മുതിർന്ന നേതാവ് ഇ.ജെ. അഗസ്തിയെ നിയമിക്കാൻ പി.ജെ. ജോസഫ് തീരുമാനിക്കുകയും ചെയ്തു. സജി മഞ്ഞക്കടമ്പിലിനെ പുകഴ്ത്തി ജോസ് കെ മാണി രംഗത്തെത്തിയിരുന്നു. സജി മഞ്ഞക്കടമ്പിൽ മികച്ച സംഘാടകനാണെന്നും പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ ആണ് പുറത്തു വന്നതെന്നുമാണ് ജോസ് കെ മാണിയുടെ പരാമർശം. പി.ജെ. ജോസഫിനും ടി.യു. കുരുവിളയ്ക്കും എതിരെ വിവാദമുണ്ടാക്കിയത് ആരാണെന്ന് പിന്നീട് തെളിയുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറയുന്നു. നിലവിൽ സംസ്ഥാനത്ത് 8 കേരള കോൺഗ്രസുകളാണുള്ളത്. സജി മഞ്ഞക്കടമ്പിൽ പുതിയൊരു കേരള കോൺഗ്രസ് വിഭാഗമായി മാറുന്നതോടെ 9ാമത്തെ കേരള കോൺഗ്രസ് കൂടി വരും. ഇതിൽ LDF-ൽ 4ഉം UDF-ൽ 3ഉം വിഭാഗം കേരള കോൺഗ്രസുകളിലുണ്ട്. എൻഡിഎയിൽ ഇപ്പോൾ 2ാമത്തെ കേരള കോൺഗ്രസ് വിഭാഗമായിട്ടാണ് സജി മഞ്ഞക്കടമ്പിലിന്റെ നേതൃത്വത്തിൽ വരുന്നത്. കുരുവിള മാത്യൂസ് ചെയർമാനായിട്ടുള്ള നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് നിലവിൽ എൻഡിഎയിലുണ്ട്.